ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله أجمعين أما بعد. ആദരണീയരായ സയ്യിദ് അവറുകൾ, അതുപോലെ ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാർ, സുദീർഘമായ പ്രസംഗത്തിനോ വായതിനോ ഒന്നിനും നേരമില്ല. അൽഹംദുലില്ലാഹ് വേണ്ടത്ര അശ്അരി ഉസ്താദുകൾക്ക് വേണ്ടി പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം ഇസ്തിഖാമത്ത്, തഖ്വ, സുന്നത്തുർ റസൂലുള്ളാഹി വ ജമാഅത്തി സ്വഹാബ, അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് ആകത്തുക ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് തന്നെയാണ് ആ രൂപത്തിൽ പറഞ്ഞതെന്ന് പഠിപ്പിച്ചു തന്നത്. ഇവിടെ ആദ്യം എന്റെയും നിങ്ങളൊക്കെ നേതാവായ, മാത്രമല്ല ലോകത്തിലെയും എല്ലാവരും നേതാവായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ആ തങ്ങളവറുകൾ വന്നു. അല്ലാഹുവിന്റെ ദീൻ അതങ്ങ് പരത്തി ദർസ് നടത്തിയിട്ടതാ. കർണാടകമാകുന്ന കർണാടകയും കേരളമാകുന്ന കേരളം മാത്രം അല്ല, അങ്ങനെ ഇന്ത്യ ഒട്ടാകെ മാത്രമല്ല ലോകം മൊത്തം ആ ദർസിന്റെ പവറുണ്ട്. അല്ലാഹു തആല എല്ലാ നിലക്കും ഉയർച്ച നൽകി ദീൻ വളർത്തിയതിന്റെ കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവരെല്ലാം വന്ന് പറഞ്ഞു തന്നത് എന്ത് രൂപം സുന്നത്തുർ റസൂലുള്ളാഹി വ ജമാഅത്തി സ്വഹാബ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. എന്താ പറഞ്ഞത്? റസൂലാകുന്ന സുന്നത്തിന്റെ, ആ സ്വഹാബത്താകുന്ന ആ ജമാഅത്തിന്റെ സുന്നത്ത്, റസൂല് കാണിച്ചെന്ന ആ ചര്യ ഞങ്ങൾ പിൻപറ്റി ആ രൂപത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഏത് വിഷയവും ചെയ്യുമ്പോൾ അത് ശരിയുണ്ടോ, ദീൻ അധിഷ്ഠിതമാണോ എന്നുള്ള ചിന്ത ഉണ്ടാവണം. എന്ത് തന്നെ ആയാലും അത് നിർബന്ധമാണ്. ഏത് വിഷയം ഭൗതികമാവട്ടെ മതപരമാവട്ടെ, രണ്ട് രൂപവും അല്ലാഹുവിന്റെ ദീനിൽ അധിഷ്ഠിതമാണോ എന്ന് പറഞ്ഞാൽ ഹലാലാണോ ഹറാമാണോ സുന്നത്താണോ കറാഹത്താണോ എന്നുള്ള രൂപം അത് എല്ലാത്തിനും ഉണ്ട്. ടെക്നോളജി വർദ്ധിക്കുമ്പോൾ എല്ലാം ഹലാലായി എന്നുള്ളതല്ല, ആ ടെക്നോളജിയും ഹലാലായ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ മാത്രം ഉപയോഗിക്കാം, ഇല്ലേ മാറ്റി നിർത്തണം. മൊബൈൽ അതൊരു കിതാബായി മാറിയിട്ടുണ്ട്. പഴയ കാലത്ത് എല്ലാവർക്കും ഒരേ കിതാബ് കലാം ഖുർആൻ ഷരീഫായിരുന്നു, എല്ലാവരും ഓതലും. അതുപോലെ തന്നെ എന്തിനും കാവലായി ഖുർആനെ പിടിച്ചുകൊണ്ടുണ്ടായിരുന്നു. ചില വീടുകളിൽ കാവലായിട്ട് തന്നെ അവർ വീടിന്റെ ഉമ്മറത്ത് പടി തന്നെ മുകളിൽ തന്നെ ഖുർആൻ എടുത്തു വെക്കും, അതൊരു കാവലായിട്ട്. ഇന്ന് ചില വീടുകളിൽ ഖുർആൻ ഇല്ലെന്നില്ല, കാണുന്നില്ല. കാരണം ഓതാൻ ആരുമില്ലല്ലോ, ഓതാൻ വേറെ ആരും വരണ്ട, അവരെന്നെ ആ വീട്ടിൽ ഓതാൻ. നമ്മക്ക് വരുന്നതിന്റെ മുമ്പ് അവനവൻ സ്വന്തം ഓതണം എന്ന് പറഞ്ഞാൽ, നമ്മ മരിച്ചതിന്റെ ശേഷം ഖുർആൻ വന്ന് ഓതുന്നതിന് മുമ്പ് സ്വന്തം ഓതിയാൽ അല്ലാഹു ആരവും ഉണ്ടാക്കും. അത് തന്നെയാണ് നമ്മൾ പോയ എല്ലാ ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും മാത്രം അല്ല, ആ നിലക്ക് മുഅ്മിനീങ്ങളായി ജീവിച്ച മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും മരണം കണ്ടത് ആ രൂപം തന്നെ. ആ രൂപത്തിൽ സ്നേഹിച്ചാൽ അല്ലാഹു അവരെ സ്നേഹിക്കും, ഇല്ലേ അല്ലാഹു അവരെ വെടിയും. അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ആ യഖീൻ, ഈമാനുള്ള യഖീൻ, പറഞ്ഞ കാര്യം ദീനിലുണ്ട്, അതിനൊരു യാതൊരു അടിപതറാതെ അതേ ചെയ്യുന്ന കാര്യം സുന്നത്ത് ജമാഅത്താണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസം, അത് തന്നെയാണ് താജുൽ ഉലമയിലുണ്ടായത്. അത് തന്നെയാണ് അവിടുന്നുള്ള ശിഷ്യനായ മകനുമായ ഖുറത്തു സാദാത്ത് മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ച ഒട്ടുമിക്ക ഔലിയാക്കൾ ഉലമാക്കളാകുന്ന ശിഷ്യന്മാരെടുത്തും അത് തന്നെ ഉണ്ടായത്. മന്നനാടി അബ്ബാസ് ഉസ്താദാവട്ടെ, അങ്ങനെ അടങ്ങുന്ന യാഉൽ മുസ്തഫ മാട്ടൂർ തങ്ങളാവട്ടെ, അങ്ങനെ അടങ്ങുന്ന സജിബ ഉസ്താദാവട്ടെ, അങ്ങനെ അടങ്ങുമ്പോൾ തങ്ങളാവട്ടെ, അങ്ങനെ അടങ്ങുന്ന ആലിമീങ്ങളാകുന്ന ഔലിയാക്കന്മാരോട് ആ യഖീൻ തന്നെയാണ് സുന്നത്ത് റസൂലുള്ളാഹി വ ജമാഅത്തി സ്വഹാബ.
അതുകൊണ്ട് പ്രവർത്തകരായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകൾ നിങ്ങളോട് പറയാനുള്ളത്, ടെക്നോളജി വർദ്ധിക്കുമ്പോൾ കാലത്തിന് അടിസ്ഥാനത്തിൽ കോലം കെട്ടൊരു കാലം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ കോലം കെട്ടാനുള്ളതല്ല ദീൻ. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ശരീഫ് ഒരു ഭരണഘടനയായി നമുക്ക് അല്ലാഹു തന്നത്. 6666 ആയത്ത്. ആ ആയത്തിൽ അടങ്ങിയതാണ് ലോകം ഒട്ടാകെ വരുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതും ആ ഖുർആനിൽ അധിഷ്ഠിതമായതാണ്. മുൻകാല കഴിഞ്ഞു പോയ അംബിയാ മുർസലീങ്ങളുടെ ചരിത്രം ഖുർആനിലില്ലേ? എന്നിട്ടല്ല അല്ലാഹു പറയുന്നത്, ഖുൽ നബി തങ്ങളെ പറഞ്ഞു കൊടുക്ക്, ഇങ്ങനെ കൂട്ടറുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടറുണ്ടായിട്ടുണ്ട്, അവർക്ക് ഈ രൂപത്തിൽ ശിക്ഷ, ഇങ്ങനെ ശിക്ഷ. അതുകൊണ്ട് നല്ലവണ്ണം ചിന്തിക്കണം, നല്ലവണ്ണം പ്രവർത്തിക്കണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ഒരുപാട് പറയുന്നു. അതെല്ലാം ഖുർആനിലുള്ളത് തന്നെ. ഖുർആനെതിരെ ഇവിടെ ഒന്നും വന്നിട്ടില്ല, വരികയുമില്ല. അങ്ങനെ വരുന്നത് ശരിയുമല്ല. ആ വരുന്നതാണ് അതേ ഖുർആന്റെ കളവ. ഖുർആന് പറയും, പക്ഷെ കളവാക്കും. അത് ബിദ്അത്തിന്റെ സ്വഭാവം. ഖുർആൻ എന്ന് പറയും, അതിന്റെ മറ്റൊരു വ്യാഖ്യാനം അവരുണ്ടാക്കും. ഹദീസ് പറയും, അതിനെ കക്കും. അത് ബിദ്അത്തുകാരുടെ സ്വഭാവം. മുഅ്മിനീങ്ങളായ സ്വഭാവം നമ്മളുടെ അതല്ല. ആ പറഞ്ഞത് സ്വീകരിക്കുക, എന്നിട്ട് ശേഷം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ പടി. അത് തന്നെയാണ് മാഷാ അല്ലാഹ് കഴിഞ്ഞുപോയ തങ്ങൾ അലവി തങ്ങൾ വഫാത്തായ കഥ പറഞ്ഞു. അവരും പറഞ്ഞത് എന്തെന്നാണ്? തഖ്വ തന്നെയാണ് അവരും പറഞ്ഞത്. യഖീൻ എല്ലാവരും പറഞ്ഞു. അപ്പം ഏത് വ്യക്തിയുടെ വിജയം അത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിഷയത്തെ പറ്റി നമ്മൾക്ക് ബോധം, ഭയഭക്തി ഉണ്ടാവും. എല്ലാവരും ദിക്റിലേക്ക് തസ്ബീഹ് എടുത്ത് നടക്കലല്ല തഖ്വ. ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി ഉണ്ടെങ്കിൽ അതിനൊരു ഭയഭക്തി വേണം. എന്ന് പറഞ്ഞാൽ അല്ലാഹു നോക്കുന്നുണ്ട് എന്നുള്ള ബോധം. ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഹറാമിലുണ്ടോ, ഹലാലാണോ, അല്ലെങ്കിൽ സമ്പാദിക്കുന്ന സമ്പത്ത് അത് ഹറാമാണോ ഹലാലാണോ? കള്ളു കുടിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് ഹറാം തന്നെയാണ്. ആർക്കറിയാത്ത വ്യഭിചാരം അത് ഹറാമാണെന്ന് അറിയപ്പെട്ടൊരു ഹറാം മൊത്തം. എന്നാൽ നമ്മളിൽ അറിയാത്ത ഹറാമുകൾ കുറെ നടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സമ്പത്തിലുണ്ടാകുന്ന ഏത് രൂപം, ഇപ്പോഴത്തെ ചെയിൻ ബിസിനസ്, ബിറ്റ് കോയിൻ, അങ്ങനെ അടങ്ങുന്നത് അത് ഹറാമാണോ ഹലാലാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പലതും. ചില ആളുകൾ വാടക കൊടുത്തിട്ട് അത് അപ്പുറം വേറെ അടുത്തേക്ക് വാടക കൊടുക്കുക, എന്നിട്ട് അത് ഹറാമാക്കി കാണാം. ഒരു വീട് അല്ലെങ്കിൽ വണ്ടി, ഇവനായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാവും. ഏത് രൂപം, ഇന്ന് ഇത്ര രൂപത്തിൽ ഇത്ര ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം, ഇങ്ങനൊക്കെ. എന്നിട്ട് ഈ വ്യക്തി എന്ത് ചെയ്യും? മറിച്ച് വേറെ അടുത്തേക്ക് പോകും. ഇവനായിട്ട് നേരത്തെ ഉടമ്പടി ഉണ്ടാവും, ഇവനക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവനൊക്കെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവൻ അയിന്നും കൂടി ഉണ്ടാക്കുക, ഓനും ഉപയോഗിക്കാൻ മറ്റുള്ളാക്കും കൊടുത്തിട്ട് അയിമന്നൊരു 12,000 10,000 ഓനും 2,000. എന്നാ 2,000 ഹറാമാണ്. കാരണം എന്തേ? മുതലാളി ഇഷ്ടപ്പെട്ടിട്ടില്ല, ആദ്യം തന്നെ അവരുടെ അടുത്ത് അനുവാദം വാങ്ങിയിട്ടില്ല. എന്നാ നമ്മക്ക് ആ 2,000-ന്റെ അടുത്ത് ഒന്നുമില്ല, 2,000 സാധാരണ വാങ്ങിക്കുന്ന ഒരു പൈസ. പക്ഷെ അല്ലാഹുവിന്റെ അടുത്ത് ഹറാമാണ്. അങ്ങനെ പല നിലക്കും ഏത് രൂപത്തിലും. അതുപോലെ ഇപ്പൊ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് കഞ്ചാവ്, പിന്നെ MD, അങ്ങനത്തെ ഒരു അങ്ങനെ പറയാൻ അത് വിൽക്കല്. അത് വിറ്റിട്ട് ഇപ്പൊ ചെറുപ്പക്കാരനെ കാണാൻ നല്ല ഡീസന്റാ, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഓന്റെ ഇല്ലാത്ത ഉൽമോ അതിന്റെ അത്ര ഉണ്ടാവും. കാണാൻ നല്ല ഉണ്ടാവും, മുമ്പന്തി നല്ലായിരിക്കും, ബേക്ക് വളരെ മോശമായിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിറ്റ് ആ പൈസ ഉണ്ടാക്കുക അല്ലാഹു ഒരു കാലത്ത് വെളിവാക്കും. അതിന് യാതൊരു സംശയവും ഇല്ല. എന്തേ? ഹറാമിന് കൂട്ടുകയാണ്. ഹറാമിന് അല്ലാഹു കൂട്ടുക്കൂല. ഒരു വിധം വരെ അങ്ങ് പോവും. ഓന്റെ കളി പോകുന്നത്ര ഓടിയോൻ തളരും എന്നൊരു ചൊല്ലുണ്ട്. ഓടിയോൻ എന്തായാലും തളരൂല. അങ്ങനെ നിങ്ങൾ എന്നും പോയിക്കൊണ്ടിരിക്കുമ്പോ റബ്ബൊരു പിടുത്തം പിടിക്കും. ആ പിടുത്തത്തിൽ ഒന്നിക്കോന്റെ ജസദോടുകൂടെയുള്ള ഒറ്റ പിടുത്തം, അല്ലെങ്കിൽ രോഗമുള്ളതെന്ന് പിടുത്തം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും അല്ലാഹു ആ രൂപത്തിൽ പിടിക്കുക.
എന്നാൽ ഈ രൂപം ചെയ്യാനുള്ളതല്ല ദീൻ. ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. തോന്നിയതുപോലെ നടക്കാനുള്ളതല്ല. മാതാപിതാക്കൾക്ക് അഥവാ ഒരു 15 വയസ്സായിക്കാൻ ഞാനും എന്തായി എന്നൊരു കിബറു, അത് പാടില്ല, അത് ശരിയല്ല. അല്ലാഹു അവരെ പിടിക്കുക തന്നെ ചെയ്യും. മാതാപിതാക്കളടുത്തും അതിന് അനുവാദമുണ്ട്, മാതാപിതാക്കൾക്കും ചോദ്യമുണ്ട്. മകൻ ഇത്രല്ലായി ഇനി അങ്ങനെ പറയും എന്നുള്ള ഒരു പേടി പഴയ കാലത്ത് അത് ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് അവരടുത്ത് ഉണ്ടായതാണ് ആ ഈമാനാണ്. മകനല്ലേ, അതുകൊണ്ട് എന്താ പറയുന്നത്, അടി കൊടുക്കണം എന്നുള്ളത്. അന്ന് ഇന്ന് നേരെ തിരിച്ചാ നടക്കുന്നത്. മകനായോണ്ട് അങ്ങനെ പറയൂ, മകനോടെ ശരിക്കും പറയുന്നുണ്ട്. അതാരും പറയൂല. ഉള്ള പള്ളിയിൽ പോയിട്ട് എല്ലാ ഫിത്തിനും ഉണ്ടാക്കും. അതിനാർക്കും ഒരു കുഴപ്പമില്ല. ഉള്ള ഉസ്താമാരായാലും ഉള്ള തങ്ങന്മാരായാലും അവരൊക്കെ ഫിത്തിനിയും ഫസാദും ഉണ്ടാക്കുക, അസദും ഉണ്ടാക്കുക, കിബറും നടക്കുക. എന്നിട്ടുള്ള ഗറാട്ടി, നിങ്ങളെ ഭാഷയിൽ ഗറാട്ടി ബൊബ്ബിടെല്ലാം നടക്കരുത്. എന്നാ സ്വന്തം മോനെ നന്നാക്കാൻ പറഞ്ഞാൽ അത് നടക്കൂല, അത് നടക്കൂല. എന്നാ സ്വന്തം മോനെ ആദ്യം അടിച്ചുപടി നന്നാക്കണം, അതാണ് ആദ്യത്തെ ശരി. അതല്ലാതെ നാടുകളിലെ അല്ലെങ്കിൽ മഹല്ലത്തിൽ പോയി പ്രശ്നമുണ്ടാക്കിയിട്ട് എല്ലാ നിലക്കും ഫിർഖത്ത് ഉണ്ടാക്കലല്ല ഏത് യുവാക്കളുടെയും യുവതികളുടെയും ജോലി. പകരം സ്വന്തത്തിന്റെ ജീവിതം അങ്ങനെയുണ്ട്, മക്കളുടെ ജീവിതം അങ്ങനെയുണ്ട്, മാത്രമല്ല കുടുംബത്തിലെ ജീവിതം അങ്ങനെയുണ്ട് എന്ന് നോക്കലാണ് ഏതൊരു മുഅ്മിന്റെയും കടമ. അല്ലാതെ ഇപ്പോഴത്തെ ടെക്നോളജി വന്നത് മൊബൈൽ ഉപയോഗിച്ച് അതിൽ ഫിത്നയാകുന്ന ഫിത്നയും ഫസാദാകുന്ന ഫസാദും ഉണ്ടാക്കുക. പ്രത്യേകിച്ചതാ ഇപ്പൊ പുതിയൊന്ന് തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലങ്ങളിലുള്ള ആൾക്കാരെ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രസം പറയുക. മാത്രമല്ല എന്നിട്ടോ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടായി, ലാസ്റ്റ് അവര് തമ്മിൽ ഫിർഖത്താവും, എന്നിട്ട് ആ നാടേണ്ട ഫിർഖത്താവും. അങ്ങനെ പലതും. ഇനി എന്താ വരാൻ പോകുന്ന അടുത്ത അതിന്റെ അപ്പുറം ഇനി ഉണ്ടാവും. അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കും. അതിനൊന്നും യുവതി യുവാക്കൾ പെട്ടുപോകരുത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധിക്കുക. തങ്ങളടുത്തുമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അല്ലാതെ ആ ദീനിൽ തന്നെ ഫിത്ന ഉണ്ടാക്കലല്ല. ആ ദീനിലുമുണ്ട് ഫിത്ന. ഉദാഹരണം, നിങ്ങൾക്ക് ചിലക്കും ആ സയ്യിദിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല, തങ്ങൾ ആ ഉസ്താദിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ നടക്കുന്ന ആ ഊഹാപോഹം വെച്ച് അവരെ പറ്റി ഫിത്ന ഉണ്ടാക്കില്ല. അത് ചെയ്യരുത്. നിങ്ങളോട് കേൾപ്പിച്ച ഡ്യൂട്ടി എന്താണോ അത് ചെയ്യുക. അത് ഏത് പ്രവർത്തനമാണെങ്കിലും, സാന്ത്വന പ്രവർത്തനമാണെങ്കിലും ശരി, സംഘടനാ പ്രവർത്തനമാണെങ്കിലും ശരി, കുടുംബത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും ശരി, അത് ദീനിൽ അധിഷ്ഠിതമാണെങ്കിൽ അന്നൽക്ക് പ്രവർത്തിക്കാം. ഇല്ലേ അവനവൻ മാറി നിൽക്കാം. മൗനം അത് വിജയമാണ്. എന്നല്ലാതെ ഞാൻ എന്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ വാപ്പാക്ക് കുറവല്ലേ, അല്ലെങ്കിൽ എന്റെ ഉസ്താദിന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുറവല്ലേ എന്നുള്ളത് നടിക്കരുത്. ആ കുറവ് അല്ലാഹുവിന്റെ അടുത്തില്ല. നിങ്ങളുടെ കുറവ് ജനങ്ങളുടെ അടുത്തേ ഉണ്ടാവും. അല്ലാഹുവിന്റെ അടുത്ത് കഠിനമായ ശിക്ഷയുമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇനിയുള്ള കാലഘട്ടങ്ങളുടെ ജീവിതവും മുന്നോട്ട് പോക്കും. കാരണം ഞങ്ങളുടേതായും നിങ്ങളുടേതായും അജലെത്തിയാൽ അജലെത്തിയാൽ ആരുടെ നഫ്സ് പിന്തിക്കൂല, അതിന് യാതൊരു സംശയവും ഇല്ല. ഈ തങ്ങളതായാലും ശരി, കേൾക്കുന്ന നിങ്ങളതായാലും ശരി, ഇവിടുന്ന് ഒരു അടി അപ്പുറം കടക്കോ എന്നുള്ളത് ആർക്കും ഉറപ്പില്ല. എന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാനുള്ള 63 വയസ്സ് വരെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വയസ്സായതുകൊണ്ട് തന്നെ നബിന്റെ ഉമ്മത്തീങ്ങൾക്ക് 63 വയസ്സ് വരെ പ്രതീക്ഷിക്കാനുള്ളതുകൊണ്ട് തന്നെ അതുവരെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് എന്നുള്ള ബോധം പറയുന്ന അനക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം. എന്നാൽ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ദീനിന് വേണ്ടിയാണ്, ഞാൻ ചെയ്യുന്ന ഓരോ ഹറക്കാത്ത് സക്കനത്ത് ദീനിലാണ് എന്നുള്ള ബോധമുണ്ടായാൽ ആ രൂപം വിജയിക്കും. ഇല്ലേ ആ 63 വയസ്സും ചെയ്ത പ്രവർത്തനങ്ങൾ വള്ളത്തിലായി, ഹറാമിലായി, അല്ലാഹുവിന്റെ അടുത്ത് ശിക്ഷക്ക് വകയായി, അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യത്തിന് പകരമായി.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ എന്നോടും നിങ്ങളോടും പറയാനുള്ളത് മുൻകാല കഴിഞ്ഞുപോയ ആലിമീങ്ങളായ സയ്യിദന്മാരായും ഔലിയാക്കന്മാരുടെ അനുസ്മരിക്കുക എന്നുള്ളത് ദിക്ർ സ്വലാത്ത് ഖുർആൻ ശരീഫ് എന്നതിലുപരി അവര് കാണിച്ചു തന്ന വഴി ഏതാണ് ആ വഴി പിന്തുടരലാണ്, സ്വന്തത്തെ കൊണ്ടുവരുത്തിക്കലാണ് ഏറ്റവും വലിയ അനുസ്മരണ. അത് തന്നെയാണ് ഞങ്ങൾക്ക് അനുസ്മരിക്കാനുള്ളതും. എന്ത്? തഖ്വ, ഈമാൻ, യഖീൻ. ഇത് മൂന്നും ഏത് വ്യക്തിക്കും വേണം. ആലിമുള്ളവന് ഇൽമുള്ളവൻക്ക് ഈമാൻ ഉണ്ടാവണമെന്നില്ല, ഈമാനുള്ളവൻക്ക് ഇൽമുണ്ടാവണം എന്നില്ല. ഈമാൻ അതൊന്ന് വേറെ തന്നെയാണ്, അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതേ ഷാഫി ഇമാം അടക്കം മദ്ഹബിൽ ഏറ്റവും വലിയ പണ്ഡിതൻ, മൂന്നാമത്തെ മദ്ഹബിൽ പറയപ്പെട്ട വ്യക്തിത്വം അതാരാണ്? മഹാനായ ഷാഫി ഇമാം. ആ ഷാഫി ഇമാം അടക്കം ഖുർആൻ ശരീഫ് ഒരുപാട് ഖത്മ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവരും ഖുർആൻ ഖത്മ ചെയ്തതും ഖുർആൻ ഓതിയതും ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ആ മദ്ഹബിന്റെ ഇമാം കാണിക്കുമ്പോൾ അതേ മദ്ഹബ് ഞങ്ങളും എടുക്കേണ്ടേ? അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഖുർആൻ ഞങ്ങളും ഓതണം. ഖുർആൻ വെറുതെ ഒരു കാഴ്ച വസ്തുവാക്കി വെക്കാനുള്ളതല്ല. ഖുർആൻ വെറും കാഴ്ച വസ്തുവാക്കാനുള്ളതല്ല. ഖുർആൻ വെച്ചാലും നോക്കിയാലും എല്ലാം കൂലി തന്നെ. എന്നിരുന്നാലും അവന്റെ ജീവിതത്തിൽ ഓതിയാൽ ജീവിതം മരിക്കുന്നവരെ ഓതിയാൽ അവന്റെ ഖൽബത അല്ലാഹു ഗ്ലാസ് പോലെ ആയിരിക്കും, ഗ്ലാസ് ആക്കിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്ത് കൃപയുണ്ടാകും, ഒളവുണ്ടാകൂല. മാത്രമല്ല നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുക്കും. അതിനൊക്കെയുള്ളൊരു മരുന്നാണ് ഖുർആൻ ശരീഫ്. അത് ഓതുന്നത് പോലെ ഓതണം. ദുന്യവിയായ ഖുശൂവിന് വേണ്ടി ഓതരുത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സംഘടനക്കാർ എന്നെ നോക്കുന്നുണ്ട്, സംഘടന എന്റെ പേര് പറയും, അല്ലെങ്കിൽ ഫ്ലെക്സ് എടുത്ത് ഒട്ടിക്കും, അല്ലെങ്കിൽ എന്റെ പേരിൽ ലേഖനം ഉണ്ടാക്കും എന്നത് കരുതിയിട്ട് ദുന്യവിയായ ഖുശൂഓടുകൂടി, അതാണ് ദുന്യവിയായ ഖുശൂ. ആ രൂപത്തിൽ ഓതിയാൽ അല്ലാഹു അത് സ്വീകരിക്കൂല. മറിച്ച് അല്ലാഹുവിനു വേണ്ടി, എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ഖാത്തിമത്തിന് വേണ്ടി, എന്റെ ഖബറിന്റെ വിജയത്തിന് വേണ്ടി, എന്റെ മഅ്ശറയുടെ വിജയത്തിന് വേണ്ടി എന്നുള്ള ഉഖ്റവിയായ ഖുശൂ എടുത്താൽ അല്ലാഹു എല്ലാ നിലക്കും വിജയം തരും. മറിച്ച് ഇതല്ലാതെ ശൈത്വാനിയത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എന്നെയും നിങ്ങളെയും അല്ലാഹു വിടുകയില്ല, ഒരിക്കലും വിടൂല. ഓരോ ഹറക്കാത്തും സക്കനാത്തും അല്ലാഹുവിന്റെ വക്കൽ നിന്ന്. ഞങ്ങളുടെ മൊബൈലൊക്കെ വൈറസ്, ഏത് ആപ്പിൾ ആയാലും ഏത് സാംസങ് ആയാലും അതിനൊക്കെ വൈറസ് ഉണ്ട്. പക്ഷെ അതിനെയും കാട്ടി ടെക്നോളജി മുമ്പേ കണ്ടുപിടിച്ചുകൊണ്ട് റബ്ബ് നമ്മൾ ഈ രണ്ട് ഭാഗത്ത് എഴുതി വെക്കുന്നത്. അതെ, അത് മഅ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിയും. അവിടെ നീ പറഞ്ഞത് ശരിയാണോ, നിങ്ങൾ ചെയ്തത് ശരിയാണോ, ഞാൻ നടക്കുന്നത് ശരിയാണോ, ഞാൻ നടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അവിടുന്ന് തിരിയും. അല്ലാഹു ആ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.